ഹലോ കൂട്ടുകാരെ, ഇവിടെ 5-6 മഴ പെയ്തു. അതുകൊണ്ട് എല്ലാത്തിനും വളമിടുകയാണ്. ചാണകപ്പൊടി, എല്ലുപൊടി, കടലപ്പിണ്ണാക്ക്, വേപ്പിൻ പിണ്ണാക്ക് ഇതെല്ലാം കൂടി ഇളക്കി ഇട്ടാണ് ചെയ്യുന്നത്. കൂടുതലും ചാണകപ്പൊടിയാണ്. എന്നിട്ട് എല്ലാത്തിനും വളമിടുകയാണ്. മഴ പെയ്തുകൊണ്ട് ആദ്യത്തെ മഴയ്ക്ക് തന്നെ വളമിടുകയാണ്. ഇത് നമ്മുടെ മാവ്. ഇത് മംഗോസ്റ്റി നല്ലപോലെ കായ്ച്ചിട്ടുണ്ട്. 3 വർഷം കഴിഞ്ഞ് നല്ലപോലെ കായ്ച്ചു. എല്ലാത്തിനും വളമിടുകയാണ്. ഇതുണ്ടാകും മംഗോസ്റ്റിക്ക് ഇത്ര മുഴുപ്പുള്ളേ. ഇത് ദുരിയാൻ. ഇത് 2 വർഷമായുള്ളൂ നട്ടിട്ട്. 2 വർഷം കഴിഞ്ഞു. ഇത് കലാപ്പടി മാവ്. എല്ലാത്തിനും വളമിടുകയാണ്. ചാണകപ്പൊടി, കടലപ്പിണ്ണാക്കും, വേപ്പിൻ പിണ്ണാക്കും എല്ലാം കൂട്ടി ഇളക്കിയിട്ട് മഴ പെയ്തു. 5-6 മഴ പെയ്തുകൊണ്ട് ഇത്ര മുഴുപ്പുള്ളൂ. മുറ്റത്താണ് വെച്ചേക്കുന്നത്. കലാപ്പടി മാവേ. 5-8 മാങ്ങ ഉണ്ട്. ആദ്യം ഉണ്ടാകുന്നതാണ്. കഴിഞ്ഞ വർഷം പൂത്തതേ ഉള്ളൂ. ഈ മാങ്ങയ്ക്ക് നല്ലൊരു കളറല്ലേ. വേപ്പിൻ പിണ്ണാക്കൊക്കെ ഇട്ടാൽ പിന്നെ കീടങ്ങൾ അടുത്ത് വരികയില്ല. അതുകൊണ്ട് അതെല്ലാം കൂട്ടിയിടുന്നത്. ഇത് കെപ്പൽ. പെർഫ്യൂം ഫ്രൂട്ട് അറിയാമല്ലേ, രാജാക്കന്മാരുടെ കാലത്തുണ്ടായിരുന്നു. ആ കെപ്പലിൽ 2-3 പൂവൊക്കെ ആയേ. ഇത് നമ്മുടെ നംഡോക്ക് ഗ്രീൻ മാവ്. നിറയെ കായുണ്ട്. കണ്ടോ, അതിൻ്റെ ചോട്ടിലൊക്കെ ഇട്ടേക്കുന്ന കണ്ടോ. ഇങ്ങനെ എല്ലാ മാത്തിനും ഇടുകയാണ് ഇപ്പോൾ. ചാണകപ്പൊടിയൊക്കെ ഇട്ട് കൊടുത്താൽ നല്ലപോലെ കായ്ക്കും. ഇത് പുലാസൻ. പുലാസൻ എല്ലാ പ്രാവശ്യവും കായ്ച്ചിട്ട് കേടായി പോവുക. നിങ്ങൾക്ക് അങ്ങനെയാണ് കൂട്ടുകാരെ. ഇത് നമ്മുടെ റംബൂട്ടാൻ. ഇത് സിന്ദൂരമാവ്. തെങ്ങിനിട്ടു, മാവിനിട്ടു, നെല്ലിക്കിട്ടു. വീറ്റ്നസ് സൂപ്പർ എർലിയും പ്ലാവിനിട്ടു. 2 ഉണ്ട്. കലാപ്പാടി മിറ്റത്ത് നല്ല വെയിലുള്ള അടുത്താണ് നട്ടേക്കുന്നത്. ഡ്രമ്മിലേ അതുകൊണ്ട് കായ്ച്ചു. ഇത് ചെമ്പടക്ക ചക്ക. പുതിയ ഇനം ചക്കയാണ്. പുതിയ ഇനം പ്ലാവ് അതിന് ഇട്ടു. ഇത് റെയിൻ ഫോറസ്റ്റ് എന്ന് പറഞ്ഞ പ്ലം, അതിനൊക്കെ ഇട്ടു. ഇത് വീറ്റ്നസ് സൂപ്പർ എർലി 2 ഉണ്ടെന്ന് പറഞ്ഞില്ല, അത്. മംഗോസ്റ്റിയുടെ കായൊന്നും പൊഴിഞ്ഞില്ല. ഒരെണ്ണം പൊഴിഞ്ഞുള്ളൂ. ബാക്കിയുള്ളതൊന്നും പൊഴിഞ്ഞിട്ടില്ല കേട്ടോ. ഞാനോത്ത് പൊഴിഞ്ഞു പോകുന്നു. ആദ്യം ഉണ്ടാകുന്നതല്ല, അതുകൊണ്ടേ. അഞ്ചെട്ടെണ്ണം ഉണ്ട് കേട്ടോ. നല്ല വെയിലുള്ള റോഡ് സൈഡിലോട്ടാണ് നിൽക്കുന്ന അടുത്ത നല്ലപോലെ ഉണ്ടായേക്കുന്നത്. ഇത് പ്രിയൂർ മാവേ. അതിനും ഇട്ടു. ഇനി എല്ലാത്തിനും ചാണകം ഇടുകയാണ്. ഇത് കൊടമ്പുളിക്കിട്ടു. സർവ്വസൂന്തിക്കിട്ടു. സിന്ദൂരം മാവിനിട്ടു. എല്ലാത്തിനും ഇടുകയാണ്. പിന്നെ സൂപ്പർ എർലി 2 പ്ലാവുണ്ട്. രണ്ടാമത്തെ ചെറിയ ചക്ക കായ്ച്ചു.
നെല്ലിക്കിട്ടു. പൂച്ചെടിക്കൊക്കെ ഇടാം, പച്ചക്കറിക്ക്. ഇത് തക്കാളിക്കിട്ടു. ഇത് വൈറ്റ് പേര, അതിനും ഇട്ടു. നല്ല പേരയത്, ഉഷിയായിട്ട് നിർത്തിയേക്കുവാണ്. ഇത് ചെമ്പകത്തിനിട്ടു. ഇത് മരമുന്തിരി, അതിനിട്ടു. അതും കായ്ച്ചു കേട്ടോ. 8 വർഷം കഴിഞ്ഞ് കായ്ക്കൊള്ളുന്നു പറഞ്ഞു കൊടുത്തു. 4-ാം വർഷം ഇത് കായ്ച്ചു. കലപ്പടിമാവിനിട്ടു. എല്ലാത്തിനും ഇടുക കണ്ടോ, നല്ലപോലെ ചാണകം ഇട്ടു. ഇത് അവക്കോട മരം. അവക്കോട കായ്ച്ചിട്ടില്ല കേട്ടോ. പൂച്ചെടിക്കൊക്കെ ഇടുകയാണ്, ആന്തൂറിയത്തിന്. ഇത് ലോങ്ങോൻ, ഹൈബ്രിഡ് ലോങ്ങോൻ. ഇത് ഓറഞ്ചിനിട്ടു. സപ്പോർട്ടയ്ക്ക് ഇട്ടു. 2-3 സപ്പോർട്ടയുണ്ട് ഇവിടെ, 2 ഉണ്ട്. നിറയെ കായുണ്ട് കേട്ടോ. ഇത് മുറ്റത്തെ എയർപോർട്ടിലാണ് വെച്ച് വന്നത് കേട്ടോ. നിറയെ കാകണ്ടോ. പഴങ്ങളുടെ രാജാവ് എന്നാണ് മംഗോസ്റ്റിന് പറയുന്നത്. പഴുത്ത് കഴിയുമ്പോൾ അറിയാം. പഴുത്ത് കഴിയുമ്പോൾ നല്ല കറുത്ത് വരുവേ. മരമുന്തിരിക്ക് ഇത്ര മുഴുപ്പുണ്ട്. 2-3 മരമുന്തിരി ഉണ്ട് ഇവിടെ. കലാപ്പാടിമാവിൻ്റെ മാങ്ങ അങ്ങനെ പൊഴിഞ്ഞിട്ടില്ല. ഇത് ഇത്രയും മുറ്റത്ത് ഇത്രയും ഫ്രൂട്ട് പ്ലാന്റ് വെച്ചേക്കുന്നുണ്ടോ, ഒരു വശത്ത് തന്നെ. എല്ലാം ഡ്രമ്മിൽ തന്നെയാണ്. മരമുന്തിരി, കല്ലുകെട്ടിമാവ്, എൻ്റെ ഇടയ്ക്ക് ഓർക്കിഡ് വെച്ചിട്ടുണ്ട് കണ്ടോ. സപ്പോട്ട കണ്ടോ, കുറേ വെച്ചിട്ടുണ്ട് കണ്ടോ. ചെമ്പടക്ക പ്ലാവ്, ഇത് ആഞ്ഞിലിക്ക പൊളിച്ച് ഇന്നലെ പൊളിച്ച് തിന്നാൻ പറ്റും. കണ്ടോ, ആന്തൂറിയ ഇടയ്ക്കിടയ്ക്ക് വെച്ചിട്ടുണ്ട്. ആന്തൂറിയത്തിന് തണൽ വേണമാകണ്ടേ. വെറ്റക്കൊടിയുണ്ട് അതിൻ്റെ ഇടയ്ക്ക്. ഓറഞ്ച് കണ്ടോ. കല്ലുകെട്ടി മാവ് ഇതുവരെയും കായ്ച്ചിട്ടില്ല. എല്ലാത്തിനും ചാണകം ഇട്ട് കൊടുക്കാം. റെയിൻ ഫോറസ്റ്റ് പ്ലം, ഇത് പുതിയത് മേടിച്ച് 3-4 മാസമായതേ ഉള്ളൂ. ചാണകപ്പൊടിയും എല്ലുപൊടിയും എല്ലാവരും കൂട്ടി ഇളക്കി എല്ലാത്തിനും ഇട്ട് കൊടുത്തു.